ഈ അടുത്തൊരു ട്രാൻസ്ജെൻഡർ ഏഞ്ചൽ എന്ന പേരുള്ള ട്രാൻസ്ജെൻഡറിനെ മാരകമായ വടി കൊണ്ട് അടിച്ച് അതാണ് നമ്മൾ ഒരു മനുഷ്യരല്ലേ, നമ്മൾ ആ വിഷ്വൽ കണ്ടാണ് അതിൻ്റെ ആ തുടയും ഇതെല്ലാം കൂടെ പുറമെ അടിച്ച് ഈ എന്തെന്നാണത് ഇത് നമുക്ക് എന്താ പറയുക, അതൊരു ഒരു മനുഷ്യനല്ലേ അത്, മനുഷ്യനോ സ്ത്രീയോ ട്രാൻസ്ജെൻഡറോ എന്തോ ആയിക്കോട്ടെ, ഒരു മനുഷ്യജീവിയല്ലേ. അത് ഞാൻ പറഞ്ഞു, ഒരു തെരുവ് നായിക്ക് കൊടുക്കുന്ന പരിഗണന ഒരു മനുഷ്യനില്ല, പ്രത്യേകിച്ച് ഈ ട്രാൻസ്ജെൻഡേഴ്സിനില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴാണ് ഒരു കഥ കേട്ടു. എനിക്കത് ഭയങ്കര വേദന ഉണ്ടാക്കി. കാരണം 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ട്രൗസർ വലിച്ച് കീറി, ഊരാനുള്ള സമയം കൊടുക്കാതെ വലിച്ച് കീറിയിട്ട് ആ പുറകെ കൂടെ ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ ചെയ്തു. അതിന് ബ്ലീഡിങ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കി. അത് കഴിഞ്ഞ് അവൻ തന്നെ ഇതെല്ലാം അവൻ്റെ ആ സൂക്കടെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ അത് തട്ടി പൊത്തി ഒഴിച്ച് അതെല്ലാം കഴിക്കഴിഞ്ഞ് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ ഒരു അവസ്ഥയെന്ന് ഓർത്ത് നോക്കും. ഒരു കുഞ്ഞല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞെന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ മറ്റേ മെയിലോ ഫീമെയിലോ എന്താണെങ്കിലും ഒന്ന് ഓർത്ത് നോക്കും. 4 പഠിക്കുന്ന കുഞ്ഞെന്ന് പറയുമ്പോൾ എന്ത് ബോധം ഉണ്ടാവും, അല്ല എന്താണ് ആ കുഞ്ഞ്, അതിനെന്തറിയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് അവർ സെക്സ് വർക്ക് ചെയ്യുന്നതിന് അല്ലെ അവരെ ഇന്ന് നമ്മുടെ സമൂഹമാണ് അങ്ങനെ ആക്കിയത്, നമ്മൾ തന്നെയാണ് അങ്ങനെ ആക്കിയത്. അവർ ചെയ്തോട്ടെന്നേ, അല്ലാണ്ട് പിന്നെ നമ്മളെന്താ പറയണ്ടേ. അവർക്കൊരു സംരക്ഷണം കൊടുക്കാനും അവരെ ഒരിടത്ത് സെറ്റിൽ ചെയ്യാനും അല്ലെങ്കിൽ അവരെ ഒന്ന് എന്താ പറയുക ഒരിടത്ത് ഉറപ്പിക്കാനുള്ളൊരു സംവിധാനങ്ങളൊക്കെ ആക്കാനുള്ള എല്ലാ കഴിവുള്ള നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മലയാളികളുടെ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. എല്ലാം ഉള്ള നാട്ടിൽ തന്നെ അവർ ജീവിക്കുന്നത്. എന്തെങ്കിലും പരിഗണന അവർക്ക് കൊടുക്കുന്നുണ്ടോ? ഒരു പരിഗണന അവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവനുണ്ടായത് അവനെ കുനിച്ചു നിർത്തി അവനോട് ചെയ്ത് ഇതാണ്. ഭയങ്കര ബ്ലീഡിങ് ഒഴുകി നാശമായി കഴിഞ്ഞപ്പോൾ അവൻ തന്നെ തുടച്ചു മാറ്റി വെള്ളമൊക്കെ ഒഴിച്ച് നീ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു കുഞ്ഞു കൊച്ചാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ ഭീഷണികളൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ആ ട്രാൻസ്ജെൻഡർ അവരെന്നെ എന്നോട് നേരിട്ട് പറഞ്ഞത്. നമുക്ക് ഉള്ളിൽ കിടങ്ങിപ്പോയി. സെക്സ് വർക്ക് ചെയ്യുന്ന നിങ്ങൾ ഈ ഒരു സംഭവം ഈ രാത്രി 12 മണിക്ക് ചെറുപ്പക്കാർക്കെല്ലാം എയ്ഡ്സ് വിതരണം ചെയ്യല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ സംഭാഷണം ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത് പറഞ്ഞത്. അത് കഴിഞ്ഞാണ് രാഗരഞ്ജിനി എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ 10 വയസ്സുള്ളതിനെ വീടിൻ്റെ അടുത്തും തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടി കൊണ്ടുപോയി ചെയ്ത കാര്യങ്ങൾ അതിനകത്തുണ്ട്. എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല, വാർത്ത ചെയ്തതിന് എനിക്ക് തീരെ നമ്മളെ പറയുന്ന വാക്കുകളിൽ നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന 10 വയസ്സുള്ളൊരു കൊച്ചിനെ കൊണ്ടിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. അവനെയൊക്കെ എന്തെന്നാ ചെയ്യണ്ടേ? അങ്ങനെയുള്ളവനൊക്കെ അത് പിന്നെ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ 5, 6, 8, 10 വയസ്സുള്ള കൊച്ചുങ്ങൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊച്ചു പിന്നെ എന്താവണം? അത് സെക്സ് വർക്ക് ചെയ്യുക, അല്ലാണ്ട് പിന്നെ ഡ്രഗ്സുമായിട്ട് പോലെ ക്രിമിനൽ ആക്ടിവിറ്റീസുമായിട്ട് തല മുതിർന്ന് കഴിയുമ്പോൾ അവൻ ആളുകളുടെ തലയടിച്ച് പൊളിക്കാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തെറ്റ് പറയേണ്ട കാര്യം ഇരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിനെ എല്ലാവർക്കും ഒരാൾക്കും വേണ്ട. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട്ടിലൊരു തെരുവുതായി ഉണ്ടെങ്കിൽ അതിനൊരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും. എന്നാൽ ഈ ട്രാൻസ്ജെൻഡർ വിശന്ന് കൂറിയിരിക്കുക, ഒരു വിശന്നിട്ട് രക്ഷയില്ലാതിരിക്കുക, ഒരു ബിസ്ക്കറ്റ് തരാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം മേടിച്ച് കൊടുക്കാൻ ഇവിടെ ഏതെങ്കിലും മലയാളി തയ്യാറാവോ? അവൻ്റെ കയ്യിലിരിക്കുന്ന ബിസ്ക്കറ്റ് അവൻ കൊടുക്കാൻ തയ്യാറാവുന്ന എപ്പോഴും ഇവിടെയാണ്. ആ പട്ടിക്കിട്ട് കൊടുക്കാനേ അവൻ തയ്യാറാവുള്ളൂ. അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡറിന് കൊടുക്കാനോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് എന്ത് സംഭവിക്കും ഒന്നും അറിയാൻ ആരും തയ്യാറാവുന്നില്ല. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കണ്ടുകൊണ്ടാണ് ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി വേഷം മാറി ഞാൻ പോയി. ഞാൻ വേഷം മാറി പോയിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ എൻ്റെ അപ്പൻ ചെയ്ത നന്മ കൊണ്ടും പ്രവൃത്തികളുണ്ടായിരിക്കും. എന്നെ എടുത്ത് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടുപോയി. ഇവരെല്ലാം അവിടെ ബൈക്കിൽ കയറ്റിയിട്ട് ഒരുത്തം വന്നിട്ട്, എനിക്കൊരു ജോലി വേണം, എനിക്ക് കിടക്കാൻ സ്ഥലമില്ല, എന്നെ സഹായിക്കണം, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കി തരാൻ വരാൻ പറഞ്ഞിട്ട് എന്നെ ബൈക്കിൽ കയറ്റി നേരെ. അപ്പോൾ എനിക്കറിയാം അങ്ങോട്ട് മിക്കവാറും സാധ്യത ആയിരിക്കുമല്ലോ, നമ്മൾ പ്രതീക്ഷിച്ചല്ലേ നിൽക്കണേ. അപ്പോൾ നമ്മുടെ കൂടെ എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട്, ക്യാമറമാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ദൂരത്ത് ബൈക്കിൽ പിന്തുടർന്നു. ഇവൻ തേവരയുടെ അടുത്തുനിന്ന് പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ നേരെ റെയിൽവേ ട്രാക്കിൻ്റെ ഭാഗത്തേക്ക് പോയപ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ളവരെല്ലാം പിന്നാലെ. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞത് ഗ്യാപ്പ് ഇട്ടോണേ, എന്നെ ആരും ചെയ്യുന്നു, നിങ്ങൾ ഗ്യാപ്പ് ഇട്ടോണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവന്മാരെല്ലാം ഗ്യാപ്പ് ഇട്ടില്ല. 2-3 ബൈക്ക് പുറകെ വരുന്നുണ്ടപ്പോൾ ഇവന് വെപ്രോളമായി. ഇവൻ നിലം തൊടാതെ ബൈക്ക് ഓടിച്ചു ലാസ്റ്റ്. ഒരിടത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പിന്നാലെ വന്നവരെ കണ്ണ് വെട്ടിച്ച് ഇവൻ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ പിന്നാലെ വന്നവരെ കണ്ണ് വെട്ടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എനിക്കൊരു തിരിച്ചു പോകണ്ടോ എന്നുള്ള ചിന്തയൊക്കെ എനിക്ക് വന്നു. അവസാനം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്നെ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി. അപ്പോൾ ഞാൻ വിഷ്വൽ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും കൂരിരുട്ട. അങ്ങനെ വന്നപ്പോൾ അപകടം മണത്തിട്ട് പിന്നെ ഞാൻ ഒച്ച വെക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിധത്തിൽ ഒരു ചെറിയൊരു പേടി ഇവൻ്റെ മനസ്സിൽ സൃഷ്ടിച്ച ഒരു വിധത്തിലാണ് ഞാൻ അവിടുന്ന് മെയിൻ റോഡിലേക്ക് പിന്നെ ഇറങ്ങി വരുന്നത്. പിന്നെ അവന് ബൈക്കെടുത്ത് പോകാതിരിക്കാമല്ലോ. അപ്പം ഞാനിവിടെ ഇപ്പം നിന്നെ ഞാനിവിടെ ഇറക്കി വിടൂടി എന്ന് പറഞ്ഞു എന്നോട്. ഇവിടെ ഇറക്കി വിടൂടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാൻ നിലവിളിക്കും എന്ന് പറഞ്ഞു. കാരണം അപ്പുറത്തേക്ക് വീടുണ്ട്, അവരെല്ലാവരോടും ഒന്ന് ചേട്ടനെ വെറുതെ വിടൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ബൈക്ക് കയറ്റി റോട്ടിൽ കൊണ്ട് ഇറക്കി. അങ്ങനെ അന്നത്തെ ദിവസം ഒരുപാട് പേരുടെ കൂടെ ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തു. എന്തൊരു ആക്രാന്തമാണ്. ഒരു ട്രാൻസ്ജെൻഡർ എന്താ പറയുക ഒരു റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അവിടെ കിടത്തി ഉറക്കുമോ? ചുരിദാർ കണ്ടു കഴിഞ്ഞാൽ, സാരി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? നേരിട്ട് കണ്ട് അനുഭവിച്ചു ഞാനത്. ഞാൻ ആ വേഷം മാറിപ്പോയി കഴിഞ്ഞപ്പം ഒരു മേക്കപ്പിൽ ഒരു ഫിലിം സ്റ്റാർസിനെയൊക്കെ ഒരുക്കുന്ന ഒരു മേക്കപ്പ് വുമൺ ഉണ്ട്, അവരാണ് എന്നെ ഒരുക്കുകയൊക്കെ ചെയ്തത്.
അത് കഴിഞ്ഞ് എന്നെ നടക്കാനൊക്കെ അവർ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞു ഇവിടുന്ന് പെട്ടെന്ന് വണ്ടി കയറി പോയി, ഇതിപ്പോൾ നിങ്ങൾ വലിയ പ്രശ്നം, ഇത് യഥാർത്ഥത്തിൽ കുറേ സംഭവങ്ങൾ അവർ പറഞ്ഞു. നമ്മൾ ആ വീഡിയോസിൽ ഉണ്ട്. ആകെ ഒരു ഹോസ്റ്റൽ വാർഡൻ മാത്രമാണ് കുറച്ച് മനുഷ്യത്വപരമായി പെരുമാറിയത്. ഹോസ്റ്റൽ വാർഡൻ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഹോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം. രാത്രി 10:30 മണിക്ക് അവിടെ കയറി ചെല്ലുന്നു, പക്ഷേ ഭയങ്കര സ്വീകാര്യത അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അവർ റൂം തരാനൊക്കെ തയ്യാറാവുന്ന രീതിയിലൊക്കെ. പക്ഷേ അത് അവിടെയും വേറൊരു കാര്യമുണ്ട്, നമ്മളതിനകത്ത് വേറൊരു അപകടമുണ്ട്. ട്രാൻസ്ജെൻഡർ വേഷം കെട്ടി ലേഡീസ് ഹോസ്റ്റലിൽ ചെന്നൊരുത്തം കയറി കടന്നുകൂടിയാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചും അതും ചിന്തിക്കണം. യഥാർത്ഥ ട്രാൻസ്ജെൻഡർ അല്ല എന്നുണ്ടെങ്കിൽ അതും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പം നമ്മൾ വേഷം കെട്ടി അതേമാതിരി എല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്ക് എന്നെ അവർ വിശ്വസിച്ചു. ഞാൻ ട്രാൻസ്ജെൻഡർ അല്ലല്ലോ, പക്ഷേ എന്നെ അവർ ട്രാൻസ്ജെൻഡർ ആയിട്ട് ആദ്യം സ്ത്രീയായിട്ട് എന്നെ വിചാരിച്ചു. എന്നെക്കൊണ്ട് എന്താ പറയുക, നമ്മൾ ഈ കണ്ട ഓരോ നടന്മാരൊക്കെ ചെയ്തു കുറേ സാധനങ്ങളൊക്കെ കണ്ട് നമ്മൾ പരമാവധി ശ്രമിച്ചു നോക്കി അഭിനയിക്കാനൊക്കെ. പക്ഷേ എന്തോ അവർ വിശ്വസിച്ചു. അപ്പോൾ ആണായിട്ടൊരുത്തം വേഷം കെട്ടിച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു അപകടം പതിയിരിക്കുന്നു. കെ ജെ യേശുദാസിന്റെ സഹോദരന്റെ മരണത്തിൽ എന്താണ് ഇത്ര ദുരൂഹത? അല്ല, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നുള്ളത് നമുക്ക് മുൻപേ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം വെറുതെ പോയിട്ട് യേശുദാസിൻ്റെ അനുജൻ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോയി സൂയിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് അത്ര പെട്ടെന്ന് അത് നടക്കാതെ നമുക്ക് ചിന്തിക്കാൻ, മലയാളികൾക്ക് അല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. കാരണം 2 കുഞ്ഞുങ്ങളായിരുന്നു, 2 കുട്ടികളായിരുന്നു. അതിൽ മൂത്ത കുട്ടി പോയി, ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ, അപ്പനും അമ്മയും ആ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ അപ്പനും കൂടെ പോകുക എന്ന് പറയുന്നത് അതിനകത്ത് ദുരൂഹത ഉണ്ടല്ലോ. നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ വേണ്ടി പാടില്ലേ, കാരണം ആരുടെ അനുജനാണ് എന്ന് ഓർക്കണം. അപ്പോൾ ഇത് മുൻപ് ചെയ്യുന്ന സാറ്റലൈറ്റ് ചാനലുകൾ ചെയ്യുന്ന എൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും വെച്ച് വാർത്ത ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകൾ പബ്ലിഷ് ചെയ്യാൻ സാധ്യത കുറവാണ്. മീൻസ് ടെലികാസ്റ്റിംഗ് ഒന്നും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാനത് TV19 വേണ്ടിയിട്ട് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കത് ഞാൻ പറയില്ല, എനിക്ക് എല്ലാം കൂടെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പറയാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ദാസേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സങ്കല്പമാണ്, നമ്മുടെ എല്ലാമാണ്. ഞാൻ എന്താ പറയുക, നമുക്ക് ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കുന്നത് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് ഞാൻ ചോദിക്കാൻ കാര്യം, സാധാരണ ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് ഫോളോ അപ്പ് വരും. പക്ഷേ ഈ സ്റ്റോറി മാത്രമേ അത് വളരെയധികം ആളുകൾ കാണുകയും ചെയ്ത ഇല്ല. അടുത്തത് ഞാൻ ഇതിൻ്റെ ബാക്കി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, അത് ശരിയാവില്ല. കാരണം ഇതിൻ്റെ ബാക്കി ചെയ്താൽ ശരിയാവില്ല ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതാണ്. കാരണം ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചുരുക്കം ചില വാർത്തകളിൽ ഒരെണ്ണമായിരിക്കും അത്. സംശയം എന്താ, നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മുടെ കുഞ്ഞിനെ ഉറക്കുമ്പോഴും എൻ്റെ കൊച്ചിനെ ഉറക്കുമ്പോൾ ഞാൻ പ്രിയപ്പെട്ട ദാസേട്ടൻ്റെ പാട്ട് നമ്മുടെ എല്ലാം അല്ല ദാസേട്ടൻ. അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയാനുള്ള യോഗ്യത പോലും നമുക്കില്ല. പക്ഷേ എന്തുകൊണ്ടോ എനിക്കറിയില്ല, അദ്ദേഹം ഒന്നും അങ്ങനെയൊന്നും പറയുന്നോ ചിന്തിക്കുന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ ദാസേട്ടൻ അങ്ങനെ ചെയ്യും, അങ്ങനെ പറയും. എനിക്ക് വേറെ കൂടുതലൊന്നും എനിക്കത് പറയാൻ വേണ്ടി ഇല്ല. അതുകൊണ്ട് ആ ആംഗിളിലേക്കുള്ള ഒരു ട്രാവൽ വേണ്ടാന്ന് തീരുമാനിച്ചു. ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞു. കാരണം വെച്ചാൽ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് മുന്നോട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം വെച്ചാൽ അത് ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അതിന് പിന്നാലെ യാത്ര ചെയ്തിട്ടുമില്ല. ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് മതിയായി. ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ. നമ്മുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമാണ്. നമ്മുടെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ അല്ലേ? എന്നൊക്കെ പറയുന്ന പോലെ അത്രയും വലിയ അതിനൊക്കെ അതിനും മുകളിലായിട്ടൊക്കെ അല്ലേ അദ്ദേഹത്തെ നമുക്ക് അതിനകത്തൊരു ഞാൻ എന്താ പറയുക, അത് നമുക്ക് ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് അതിനകത്ത് എന്താ പറയുക, എനിക്ക് അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ലെന്നേ. ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ എൻ്റെ കയ്യിൽ വന്നു. ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ എനിക്ക് വിശ്വാസ്യമല്ല. അതിന്റെ സത്യം തേടി ഇനി അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകാനും മനസ്സുകൊണ്ട് തോന്നുന്നില്ല. ഞാൻ പോകുന്നില്ല. ഇപ്പോൾ എനിക്കത് എന്തോ മീൻസ് ഇനി എനിക്കറിയില്ല. അല്ല, പക്ഷെ അതുണ്ടാക്കാൻ പോകുന്ന വാർത്താ പ്രാധാന്യം അതൊക്കെ നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്ക് നമുക്കത് വിടാം വിഷയം പ്ലീസ്. ആ വാർത്താ പ്രാധാന്യവും പ്ലീസ് നമുക്ക് വിടാം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് എന്താ ദൈവതുല്യം പോലെ നമുക്ക് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു മഹാമേരു പോലെ നിൽക്കുന്ന വലിയൊരു നമ്മുടെ എല്ലാമേ ദാസേട്ടൻ അത്ര തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ എനിക്ക് കിട്ടി, കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റുകളിൽ കിട്ടി. പക്ഷേ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ദാസേട്ടൻ അങ്ങനെ ആവില്ല, നമ്മുടെ ദാസേട്ടനെ കുറിച്ച് അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമല്ല. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല.